റമളാനാണ്. ദുആ ചെയ്യാൻ ഏറ്റവും നല്ല മാസം ഏതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ റമളാനാണ്. ഒന്ന്, നമ്മൾ നോമ്പുകാരാണ്. സ്വാഇമു ലാ തുറദ്ദു ദഅവതുഹു, നോമ്പുകാർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റമളാനല്ലേ, റമളാനിൽ അള്ളാഹുവിനോട് നിബന്ധനകൾ ഒപ്പിച്ച് ദുആ ചെയ്താൽ എങ്ങനെ ഇജാബത്ത് കിട്ടാതിരിക്കും? എങ്ങനെ ഇജാബത്ത് കിട്ടാതിരിക്കും? റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ, തൊബറാനി ബൈഹഖി രണ്ട് പേരും ഒത്തതാ. നോമ്പുള്ളവന്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമളാനിൽ ഒരു സുന്നത്തു ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നെ. ഫർളൊന്ന് ചെയ്താൽ മറ്റു മാസമിൽ 70 ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനിൽ ഒരാൾ അള്ളാഹുവിനോട് മനമുരുകി ഒരു കാര്യം ചോദിച്ചാൽ, റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. അല്ലാഹുവേ, അങ്ങനെയുള്ള റമളാനിലാണ്, റഹ്മത്തിന്റെ 10ലാണ്, അസ്മാഉൽ ഹുസ്ന അതനുസരിച്ച് ചൊല്ലി തീർത്തു വന്ന് മജ്ലിസിൽ പങ്കെടുത്താണ് ഞങ്ങൾ നിന്നോട് തേടുന്നതല്ലാ. ഈ തേട്ടങ്ങളൊക്കെയും നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലിയത്ത് നൽകട്ടെ. എത്രയോ മുഅ്മിനീങ്ങൾ ഓൺലൈനായും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ ലൈവായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. മജ്ലിസിലേക്ക് വരാൻ കഴിയാത്ത സങ്കടം വിളിച്ച് കരഞ്ഞു പറഞ്ഞവരുണ്ട്. പൂതില്ലാഞ്ഞിട്ടല്ല, വരാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ലാഹുവേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. എല്ലാവർക്കും നാളെ മഹ്ശറയിൽ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കണം. ഞങ്ങളെ പിടിച്ച് റമളാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ നിലയിൽ റമളാനെ ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം നൽകണേ അല്ലാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? നോമ്പുകാരിൽ ചിലരെ റമളാൻ ഉപയോഗപ്പെടുത്തിയവരിൽ ചിലരെ റമളാൻ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗണ്ട് മഹ്ശറയിൽ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനോടന്നെ അല്ലാഹു പറയും, നിനക്കെന്താ വേണ്ടത്, എന്താ നിന്റെ താല്പര്യം? അപ്പൊ റമളാൻ പറയും, എന്നെ ബഹുമാനിച്ച് വിശപ്പ് സഹിച്ചവരുണ്ട്, എന്നെ ബഹുമാനിച്ച് വെള്ളം കുടിക്കാത്തവരുണ്ട്, എന്നെ ബഹുമാനിച്ച് ഖുർആൻ ഓതിയവരുണ്ട്, എന്നെ ബഹുമാനിച്ച് ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തവരുണ്ട്, പ്രാർത്ഥനയിൽ കർമ്മനിരതരായവരുണ്ട്. അതുകൊണ്ട് അവരെനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. എന്നാ പിടിച്ച് നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോന്ന് ആ റമളാനോട് അല്ലാഹു പറയും. അപ്പൊ റമളാൻ അഭിമാനത്തോടുകൂടെ അവരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗണ്ട്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ, നീ ഭാഗ്യം നൽകണേ റബ്ബേ. റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ വരും നാളെ റമളാൻ നല്ല സുന്ദര രൂപമിൽ. റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദതിൽ പറയും നിലാഹദീനോട് ആരോ നിന്നുടെ ഹക്കൊക്കെയും പാലിച്ചു, എന്നാൽ അവരുടെ കൈ നീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന്. തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കും അപ്പോൾ റബ്ബ് റമളാനോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട്? തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ, കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ. ഫിർദൗസിനുള്ളിൽ അവനെയും വസിപ്പിക്കേണ്ടതാ.
ഫിർദൗസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ, ഹൂറുൽ ലിസാനയും 1000 നീ നൽകണേ, നബിയുടെ ജവാറിലും അവനെ നീയാക്കേണ്ടതാ, ഇവയൊക്കെയും വഴി പോൽ ഹദീസിൽ വന്നതാ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് മുഅ്മിനെ, അങ്ങനെയുള്ള എല്ലാ ഖബൂലിയത്തിനും ഇന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂലിയത്ത് നൽകട്ടെ, അല്ലാഹു എല്ലാ റാഹത്തും നൽകട്ടെ. ഞാൻ ഇന്നിവിടെ അസ്മാഉൽ ഹുസ്നയുടെ അതിപ്രധാനപ്പെട്ട ചില റാത്തീബുകൾ ചൊല്ലിത്തരും. നമുക്ക് അതുകൊണ്ട് വലിയ ഫലം കിട്ടാൻ ആവശ്യമായ അസ്മാഉൽ ഹുസ്നയിലെ ചില റാത്തീബുകൾ, ചില ദിക്റുകൾ ഞാൻ ചൊല്ലിത്തരും. നിഷ്കളങ്കമായി അത് ചൊല്ലണം. എന്നിട്ട് ഇലാഹായ റബ്ബിനോട് എല്ലാ ഖൈറിനു വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീഖ് നൽകട്ടെ. ആ റമളാൻ കൊണ്ടുള്ള എല്ലാ നേട്ടങ്ങളും ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മൾ അറിയണം, ശരിക്കും ഈ നോമ്പിനെ, ഈ റമളാൻ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളും അല്ലാഹുവും തമ്മിലുള്ള എല്ലാ മറകളുമായിട്ട് നീങ്ങാൻ ആ നിലയിൽ അല്ലാഹു ആക്കി തരട്ടെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത്. ഇന്ന് ഈ മജ്ലിസിൽ വന്നവരിൽ തന്നെ പലരും ഇന്നലെ വേങ്ങരയിൽ മജ്ലിസിൽ പങ്കെടുത്തവരാണ്, അവര് മിനിഞ്ഞാന്ന് കൊണ്ടോട്ടിയിൽ മജ്ലിസിൽ പങ്കെടുത്തവരാണ്, അവര് നാളെ മഞ്ചേരിയിലെത്തിയാൽ അവിടെയും ഉണ്ടാകും. ആ നിലയിലൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ ഒരു കാര്യത്തെ കാണുന്നവരുണ്ട്. പലരും വരാൻ കഴിയാത്തവർ ഓൺലൈനായി മജ്ലിസ് മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹുവിൽ നിന്ന് അർഹമായ പ്രതിഫലം കിട്ടണം. അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള എല്ലാ ഹിജാബുകളും നീങ്ങിക്കിട്ടാൻ ഇത് കാരണമാവണം. അല്ലാഹു കാരണമാക്കി തരട്ടെ. മൂസാ നബി ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, അല്ലാഹുവേ, യാ റബ്ബി അക്രംതനി ബിത്തക്ലീം ഫഹൽ അഅതൈത അഹദൻ മിസ്ല ദാലിക. പടച്ചോനെ, നീയുമായി സംസാരിക്കാൻ എനിക്കൊരവസരം തന്നു, അങ്ങനെ നീ എന്നെ ബഹുമാനിച്ചല്ലോ. അത് ചെറിയൊരു ബഹുമാനൊന്നുമല്ലല്ലോ, അത് വലിയ ആദരവല്ലേ റബ്ബേ. എങ്കിൽ ഫഹൽ അഅതൈത അഹദൻ മിസ്ല ദാലിക, ഇതുപോലെ ഭൂലോകത്ത് മറ്റാർക്കെങ്കിലും നീ നൽകിയിട്ടുണ്ടോ അല്ലാഹ്? നിന്നോട് സംസാരിക്കാൻ അവസരം ലഭിച്ചത് നിസാരമല്ലല്ലോ. ഇത് വലിയ പരിഗണനയാണ്, വലിയ തൗഫീഖാണ്, വലിയ ആദരവാണ്. ഇതുപോലെ മറ്റാർക്കെങ്കിലും നീ നൽകിയിട്ടുണ്ടോ? അപ്പോൾ അല്ലാഹു തആല അപ്പൊ അല്ലാഹു തആല മൂസാ നബിക്ക് വഹി അറിയിക്കുന്നത്, യാ മൂസാ, മൂസേ, ഇന്നലി ഇബാദ, എനിക്ക് ചില അടിമകളുണ്ട് മൂസേ, ഉഖ്രിജുഹും ഫീ ആഖിരിസ് സമാൻ, അവരെ ഞാൻ അവസാന ഘട്ടങ്ങളിലാണ് അയക്കുക. ആഖിറുസ് സമാനിലാണ് അവരെ ഞാൻ ഭൂലോകത്തേക്ക് കൊണ്ടുവരിക. വൗകരിമുഹും ബിശഹരി റമളാൻ, അത് അവസാനത്തെ സമുദായമാണ്. അവരെ ഞാൻ ആദരിക്കുന്നത് റമളാൻ മാസം അവർക്ക് കൊടുത്തുകൊണ്ടാണ്. ഫാകൂനു അഖറബുഹും ലിഅഹദിഹിം, അങ്ങനെ ആ റമളാനെ അതിന്റെ ഹക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തിയവരിലേക്ക് ഞാൻ വല്ലാതെ അടുക്കും. എത്രത്തോളം അറിയോ മൂസേ? ലി അന്നക കല്ലംതനി വബൈനി വബൈനക അൽഫ ഹിജാബ്. മൂസേ, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ എന്റെയും നിന്റെയും ഇടയിൽ 1000 മറകളുണ്ട്, ഹിജാബുണ്ട്. ആ ഹിജാബോടുകൂടെയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. എന്നാൽ ഫൈദാ സ്വാമത് ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അർഫഉൽ ഹുജബ ബൈനി وبينهم وقت إفطارهم يا موسى. മൂസേ, മുഹമ്മദ് നബിയുടെ സമുദായം നിഷ്കളങ്കമായി നോമ്പെടുത്തു കഴിഞ്ഞാൽ അവരുടെയും എന്റെയും ഇടയിലുള്ള
അവരുടെയും എന്റെയും ഇടയിലുള്ള എല്ലാ ഹിജാബിനെയും ഞാൻ അങ്ങ് നീക്കും. അങ്ങനെ അവരാ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാ ഹിജാബും നീക്കിയിട്ട് ഇലാഹായ റബ്ബേ, ജല്ല ജലാലായ റബ്ബിനോട് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് അതിനല്ലാഹു ഇജാബത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് മൂസേ ഫൈദാ സാമത ഉമ്മത്തു മുഹമ്മദിൻ തൂബാ ലിമൻ അത്വശാ കബ്ദഹു വജാഅ ബതുനഹു ഫീ റമളാൻ മാസത്തിൽ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് നോമ്പെടുക്കുന്നവർ നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ജനനേന്ദ്രിയങ്ങളെ കൊണ്ട്, ഓരോ അവയവത്തെ കൊണ്ടും റമളാന്റെ ഹക്കിനെ പാലിക്കുന്നവർ, അവർക്ക് സന്തോഷം. അവരുടെയും എന്റെയും ഇടയിൽ ഒരു മറയുമില്ലാത്ത വിധം അവരുടെ ദുആക്ക് ഞാൻ ഇജാബത്ത് നൽകിയിരിക്കുമെന്ന് അല്ലാഹു മൂസാ നബിക്ക് വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അപ്പോൾ മുഅ്മിനെ, ഞാൻ പറയുന്ന കാര്യം ആ ഒരു ഗൗരവത്തോടുകൂടെ നമുക്ക് റമളാനിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം അൽഹംദുലില്ലാ നമ്മളെ അല്ലാഹു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അസ്മാഉൽ ഹുസ്നയുടെ അദദ് ചൊല്ലി തീർത്ത് ഒരുമിച്ച് കൂടിയ നമുക്ക് അസ്മാഉൽ ഹുസ്നയുടെ ഇജാബത്തിന് ആവശ്യമായ അതിപ്രധാനപ്പെട്ട ചില അസ്മാഉൽ ഹുസ്ന അടങ്ങിയ ദിക്റുകൾ ചൊല്ലി നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. എല്ലാരും നല്ല റാഹത്തിലല്ലേ? അല്ലേ? പടച്ചോനെ, റഹ്മത്തിന്റെ മലക്കുകൾ ഞങ്ങളെ തലോടണം റബ്ബേ. അവര് ഞങ്ങളെ മുസാഫഹത്ത് ചെയ്യണം റബ്ബേ. അതിന്റെ ഒക്കെ ഒരു അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടുത്തരുതേ റബ്ബേ. കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ വിധിക്കണേ റബ്ബേ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായൊരു വീട് നീ വിധിക്കണമേ റബ്ബേ. വീട് പണി നടക്കുന്നവർക്ക് അതിലെത്രയും പെട്ടെന്ന് ബറക്കത്തോടുകൂടെ അത് പൂർത്തീകരിച്ച് താമസിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. എൻ്റെ മോന്റെ കല്യാണക്കാരൊന്നും ശരിയായിട്ടില്ല, എൻ്റെ മോളെ കല്യാണക്കാര് ശരിയായിട്ടില്ല എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. അത് ശരിയായി എന്നവര് വന്ന് പെട്ടെന്ന് പറയണം. നല്ല തീരുമാനമുണ്ടാക്കണേ റബ്ബേ. മക്കളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നല്ല വിജയം അവർക്ക് നൽകണേ റബ്ബേ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ പോരായ്മകളൊക്കെ പരിഹരിക്കണേ അല്ലാഹുവേ. ഓരോരുത്തരും അവനാന്റെ മുറാദ് മനസ്സിൽ വെച്ച് ഞാൻ ചൊല്ലിത്തരുന്നത് ചൊല്ലിക്കോളൂ. അല്ലാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്ന് ഉഷാറായിട്ട് ചൊല്ലിങ്ങള്. നിങ്ങളെ ഇരുത്തം കണ്ടായിരിക്കും, നിങ്ങൾ മാത്രമാണ് നോമ്പുകാര്. ഒന്ന് ഉഷാറായിട്ട് ചൊല്ലി. അല്ലാഹു നല്ല റാഹത്ത് നമുക്ക് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله القديم الذي لم يزل. سبحان الله القديم الذي لم يبخل. سبحان الله العالم الذي لم يعجل. سبحان الله العالم الذي لم يجهل. سبحان الله الحكيم الذي لا يعجل. سبحان الحي القيوم
الذي لا يموت سبحان من ألف بين الثلج والنار سبحان من ألف بين الثلج والنار سبحان من ألف بين الثلج والنار سبحانك ما عرفناك حق معرفتك سبحانك ما ذكرناك حق ذكرك سبحانك ما عبدناك حق عبادتك سبحان ربي الأعلى سبحان ربي الأعلى سبحان ربي الأعلى سبحان العالم السر واخفى سبحان العالم السر واخفى سبحان الرافع الأعلى سبحان الرافع الأعلى سبحان الحي القيوم سبحان من هو دائم لا يصحو سبحان العالم الحليم سبحان من هو غني من هو غني لا يفطر سبحان ذي العرش العظيم سبحان ربك رب العزة عما يصفون سبحان ذي الملك والملكوت سبحان ذي الملك والملكوت سبحان ذي الملك والملكوت سبحان ذي العزة والجبروت سبحان ذي العزة والجبروت سبحان ذي العزة والجبروت سبحان ذي الملك والملكوت سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان ربي العظيم سبحان الله الفتاح الغني سبحان الله الجبار الحكيم سبحان الله الملك المحصي سبحان الله الحكيم العدل سبحان الله الغفار الودود سبحان الله العفو الغفور سبحان الله الحفيظ الغني سبحان الله الرحمن الرحيم الله സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു ഖൈർ നൽകട്ടെ ഈ ഒരു നിമിഷം വരെ എൻ്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര സഹോദരി നമ്മിൽ നിന്ന് വന്നുപോയ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതൊക്കെ മാപ്പായി കിട്ടണമെന്ന നിയ്യത്തിലാണ് ഇനി ഞാൻ ചൊല്ലിത്തരുന്നത് ചൊല്ലേണ്ടത് കണ്ണുകൊണ്ട് കണ്ടുപോയ ഹറാമാത്തുകൾ ഈ സ്പോട്ടിൽ തന്നെ മാപ്പായി കിട്ടട്ടെ കാതുകൊണ്ട് കേട്ട തിന്മകൾ ഹറാമുകൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ ഹൃദയത്തിൽ വന്നു പോയ തിന്മയുടെ ചിന്തകൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ഏതെല്ലാം നിലയിൽ ആയുസ്സിൽ നമ്മളിൽ നിന്ന് പറ്റിപ്പോയോ റഹ്മത്തിന്റെ പത്തിൽ റഹ്മാനായ റബ്ബിനോട് അവന്റെ ഇസ്മുകൾ വിളിച്ച് ഇസ്തിഗ്ഫാറുമായി ബന്ധിപ്പിച്ച് മഹാന്മാരുടെ ഇജാസത്തോടുകൂടെ നമ്മൾ ചൊല്ലുകയാണ് അല്ലാഹു കബൂലാക്കി തരട്ടെ
ദോഷങ്ങൾ പുറത്തു കിട്ടിയാൽ മാത്രം പോരാ, ആ ദോഷങ്ങളെ ഹസനാത്തുകളാക്കി അള്ളാഹു മാറ്റിമറിച്ചു തരണം. തൗഫീഖ് നൽകണേ അല്ലാ. സയ്യിആത്തുകളെ ഹസനാത്തുകളാക്കി മാറ്റിമറിക്കണേ അല്ലാ. അത് നിന്റെ റഹ്മത്തിന്റെ വിശാലതയാണ്. നിന്റെ ഖുർആനിൽ നീ ഞങ്ങളോട് പറഞ്ഞതാണ്, ഇല്ലാ മൻ താബ വ അസ്ലഹ് ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. പടച്ചോനെ, ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ തേടുന്ന ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദോഷങ്ങളും നീ ഹസനാത്തുകളാക്കി മാറ്റിമറിക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ മലികു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ സലാമു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ മുഅ്മിനു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ മുഹൈമിനു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ അസീസു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ജബ്ബാറു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഹകമു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ അദ്ലു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഫത്താഹു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ലതീഫു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഹഫീളു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ വകീലു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ അഫൂ യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഗഫൂർ യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഗഫാർ യാ അല്ലാഹ്. യാ ഗഫാർ യാ അല്ലാഹ്. യാ ഗഫാർ യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ മുഹ്സി യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ മുഹ്യി യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ഖാദിറു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ബാസിതു യാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ യാ ബാസിതു യാ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അസ്തഗ്ഫിറുല്ലാഹ് അൽ ഗഫൂർ അൽ ഗനീ. അസ്തഗ്ഫിറുല്ലാഹ് അൽ ഗഫൂർ അൽ കരീം. അസ്തഗ്ഫിറുല്ലാഹ് അൽ ജബ്ബാർ അൽ ഹകീം. അസ്തഗ്ഫിറുല്ലാഹ് അൽ ഖഹാർ അൽ ഹകം. അസ്തഗ്ഫിറുല്ലാഹ് അൽ ഹകീം അൽ അദ്ൽ. അസ്തഗ്ഫിറുല്ലാഹ് അൽ ബസീർ അൽ മുഹ്സി. അസ്തഗ്ഫിറുല്ലാഹ് അൽ ഹഫീൽ അൽ വകീൽ. അസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അൻ ജമീഇ മാ കരിഹല്ലാഹ്
قولا وفعلا وعملا وخاطرا وناظرا وضميرا أستغفر الله وأتوب إليه لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير كل شيء قدير كل شيء قدير. കയ്യൊന്ന് ഉയർത്തിപ്പിടിക്കട്ടോ, ദുആക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുക. അല്ലാഹുമ്മ ഇന്നി തുബ്തു ഇലൈക മിൻ കുല്ലി ശൈഇൻ യുർളീക ലാ ഇലാഹ ഇല്ലല്ലാഹ് لا حيا ولا علما ولا مريدا ولا قادرا ولا سميعا ولا بصيرا ولا متكلما في الحقيقة إلا الله لا إله مستحقا بالألوهية مستحقا بالألوهية إلا الله لا إله إلا الله لا فاعل إلا الله لا إله إلا الله لا موجود إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله يا خير الناصرين لا إله إلا الله يا خير الحاكمين لا إله إلا الله يا خير الفاتحين لا إله إلا الله يا خير الذاكرين لا إله إلا الله يا خير الوارثين لا إله إلا الله يا خير الحامدين لا إله إلا الله يا خير المنذرين لا إله إلا الله يا خير المحسنين لا إله إلا الله يا خير الرازقين لا إله إلا الله يا دليل المتحيرين لا إله إلا الله يا غياث المستغيثين يا غياث المستغيثين لا إله إلا الله يا صريخ المستصرخين يا صريخ المستصرخين لا إله إلا الله يا أمان الخائفين لا إله إلا الله يا أمان الحامدين لا إله إلا الله يا أمان المؤمنين لا إله إلا الله يا أرحم المساكين لا إله إلا الله يا رجاء المستجيرين لا إله إلا الله يا غافر المذنبين لا إله إلا الله يا أحكم الحاكمين لا إله إلا الله يا أصدق الصادقين لا إله إلا الله يا أصدق القائلين لا إله إلا الله يا أظهر الظاهرين لا إله إلا الله يا أحسن الخالقين لا إله إلا الله يا أسر الحاسبين لا إله إلا الله يا أسمع السامعين لا إله إلا الله يا أكرم الأكرمين لا إله إلا الله يا أجود الأجودين لا إله إلا الله يحيي يقلي ذكر الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി അഖ്ലി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി അമലി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി ഹയാതി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി മൗതി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ ഖൈറു ഖൽഖില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി അഖ്ലി ദിക്റുല്ലാഹ് യുഹ്യി അഖ്ലി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി അമലി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി അമലി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി ഹയാതി ദിക്റുല്ലാഹ് യുഹ്യി ഹയാതി ദിക്റുല്ലാഹ് യുഹ്യി ഹയാതി ദിക്റുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യുഹ്യി മൗതി ദിക്റുല്ലാഹ് യുഹ്യി മൗതി ദിക്റുല്ലാഹ് യുഹ്യി മൗതി ദിക്റുല്ലാഹ് മുഹമ്മദുൻ ഖൈറു ഖൽഖില്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ ലാ റഹ്മാന ഇല്ലല്ലാഹ് ലാ റഹീമ ഇല്ലല്ലാഹ് ലാ മലിക ഇല്ലല്ലാഹ് ലാ ഖുദ്ദൂസ ഇല്ലല്ലാഹ് ലാ സലാമ ഇല്ലല്ലാഹ് ലാ മുഅ്മിന ഇല്ലല്ലാഹ് ലാ മുഹൈമിന ഇല്ലല്ലാഹ് ലാ അസീസ ഇല്ലല്ലാഹ് ലാ ജബ്ബാറ ഇല്ലല്ലാഹ് ലാ മുതകബ്ബിറ ഇല്ലല്ലാഹ് ലാ ഖാലിഖ ഇല്ലല്ലാഹ് ലാ ബാരിഅ ഇല്ലല്ലാഹ് ലാ മുൻഇമ ഇല്ലല്ലാഹ് ലാ മുസവ്വിറ ഇല്ലല്ലാഹ് ലാ അഫ്വ ഇല്ലല്ലാഹ് ലാ ഗഫാറ ഇല്ലല്ലാഹ് ലാ ഖഹാറ ഇല്ലല്ലാഹ് ലാ വഹാബ ഇല്ലല്ലാഹ് ലാ റസാഖ ഇല്ലല്ലാഹ് ലാ ഫത്താഹ ഇല്ലല്ലാഹ് ലാ അലീമ ഇല്ലല്ലാഹ് ലാ ഖാബില ഇല്ലല്ലാഹ് ലാ ബാസിത ഇല്ലല്ലാഹ് ലാ ഹാഫിള ഇല്ലല്ലാഹ് ലാ റാഫിഅ ഇല്ലല്ലാഹ് ലാ മുഇസ്സ ഇല്ലല്ലാഹ് ലാ മുദില്ല ഇല്ലല്ലാഹ് ലാ സമീഅ ഇല്ലല്ലാഹ് ലാ ബസീറ ഇല്ലല്ലാഹ് ലാ ഹകമ ഇല്ലല്ലാഹ് ലാ അദ്ല ഇല്ലല്ലാഹ് ലാ ലത്തീഫ ഇല്ലല്ലാഹ് ലാ ഖബീറ ഇല്ലല്ലാഹ് ലാ അലീമ ഇല്ലല്ലാഹ് ലാ ഗഫൂറ ഇല്ലല്ലാഹ് ലാ ശകൂറ ഇല്ലല്ലാഹ് ലാ അലിയ ഇല്ലല്ലാഹ് ലാ കബീറ ഇല്ലല്ലാഹ് ലാ ഹഫീള ഇല്ലല്ലാഹ് ലാ ജലീല ഇല്ലല്ലാഹ് ലാ കരീമ ഇല്ലല്ലാഹ് ലാ റഖീബ ഇല്ലല്ലാഹ് ലാ മുജീബ ഇല്ലല്ലാഹ് യാ ഹകീമ ഇല്ലല്ലാഹ് ലാ വാസിഅ ഇല്ലല്ലാഹ് ലാ വദൂദ ഇല്ലല്ലാഹ് ലാ മജീദ ഇല്ലല്ലാഹ് ലാ ഷഹീദ ഇല്ലല്ലാഹ് ലാ ഹഖ ഇല്ലല്ലാഹ് ലാ വകീല ഇല്ലല്ലാഹ് ലാ ഖവിയ ഇല്ലല്ലാഹ് ലാ മതീന ഇല്ലല്ലാഹ് ലാ വലിയ ഇല്ലല്ലാഹ് ലാ ഹമീദ ഇല്ലല്ലാഹ് ലാ മുഹ്യി ഇല്ലല്ലാഹ് ലാ മുബ്ദിഅ ഇല്ലല്ലാഹ് ലാ മുഈദ ഇല്ലല്ലാഹ് ലാ മുഹ്യി ഇല്ലല്ലാഹ്
ലാ മുഹിയ ഇല്ലല്ലാഹ് ലാ മുമീത ഇല്ലല്ലാഹ് ലാ ഹയ്യ ഇല്ലല്ലാഹ് ലാ ഖയ്യൂമ ഇല്ലല്ലാഹ് ലാ വാജിദ ഇല്ലല്ലാഹ് ലാ വാജിദ ഇല്ലല്ലാഹ് ലാ മാജിദ ഇല്ലല്ലാഹ് ലാ വാഹിദ ഇല്ലല്ലാഹ് ലാ അഹദ ഇല്ലല്ലാഹ് ലാ ഫർദ ഇല്ലല്ലാഹ് ലാ സമദ ഇല്ലല്ലാഹ് ലാ ഖാദിറ ഇല്ലല്ലാഹ് ലാ മുഖ്തദിറ ഇല്ലല്ലാഹ് ലാ മുഖദ്ദിമ ഇല്ലല്ലാഹ് ലാ മുഅഖിറ ഇല്ലല്ലാഹ് ലാ അവ്വല ഇല്ലല്ലാഹ് ലാ ആഖിറ ഇല്ലല്ലാഹ് ലാ ളാഹിറ ഇല്ലല്ലാഹ് ലാ ബാത്തിന ഇല്ലല്ലാഹ് ലാ വാലി ഇല്ലല്ലാഹ് ലാ മുതആലി ഇല്ലല്ലാഹ് ലാ ബർറ ഇല്ലല്ലാഹ് ലാ തവ്വാബ ഇല്ലല്ലാഹ് ലാ മുൻഇമ ഇല്ലല്ലാഹ് ലാ മുൻതഖിമ ഇല്ലല്ലാഹ് ലാ അഫ്വ ഇല്ലല്ലാഹ് ലാ റഊഫ ഇല്ലല്ലാഹ് ലാ മാലിക ഇല്ലല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം ഇല്ലല്ലാഹ് ലാ റബ്ബ ഇല്ലല്ലാഹ് ലാ സബൂറ ഇല്ലല്ലാഹ് ലാ സബൂറ ഇല്ലല്ലാഹ് ലാ സബൂറ ഇല്ലല്ലാഹ്. അല്ലാഹുവേ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഈമാനും ഹിക്മത്തും മഅരിഫത്തും കൊണ്ട് ഞങ്ങളെ ഖൽബ് നിറക്കണേ അല്ലാഹ്. മനസ്സിന്റെ എല്ലാ അസ്വസ്ഥതകളും നീ തീർത്തു തരണേ അല്ലാഹ്. മനസ്സ് വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ റബ്ബേ ശൈത്താന്റെ ചതികളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. നിന്റെ നൂറാനിയത്ത് നൂറു തജല്ലി കൊണ്ട് ഖൽബ് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. വിഷമങ്ങൾ നീക്കണേ അല്ലാഹ്. മുറാദ് മനസ്സിൽ വെച്ച് മുറാദ് ഹാസിലാവാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളുള്ളവരുണ്ട്, രോഗം കാരണമായി, കുടുംബത്തിൽ പ്രശ്നങ്ങളായി, മക്കളുടെ ദുസ്വഭാവങ്ങളായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടായി, പല നിലയിലും വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാം നീക്കണമേ അല്ലാഹ്. എല്ലാം റാഹത്തിലാക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി ഹാദൽ ഹിജാബിൽ മുബാറക് الجليل أن تحفظ حامله وتنظر إليه بعين عنايتك ولطفك وتدبيرك ومعونتك إنك على ما تشاء قدير وبعبادك لطيف خبير يا من لم يلد ولم يولد ولم يكن له كفوا أحد. നമ്മൾ ഈ മാസങ്ങളായി ചൊല്ലി വരുന്ന അസ്മാഉൽ ഹുസ്ന അല്ലാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ.